രാവിലെ തന്നെ മാറ്റി ഒരുങ്ങി നമ്മളിന്ന് കോഴിക്കോട് കേട്ടോ പോണത്. കാറിലാണ്ട് കയറി കാറ്റിട്ടി കഴിഞ്ഞാൽ അപ്പം ഉറക്കം വരും. ഞാൻ ആ കൂട്ടത്തിൽ പെട്ട തന്നെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര വെയിൽ കിട്ടും. മഞ്ചേരി കഴിഞ്ഞപ്പോഴാണെങ്കിലോ ഭയങ്കരമായി. ഇപ്പത്തെ കാലാവസ്ഥ എങ്ങനെയാണല്ലേ, നമുക്ക് എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റൂല. മഴയൊന്ന് ചോർന്ന സമയം നോക്കിയിട്ട് നമ്മൾ കുറച്ച് തിന്നാല സാധനങ്ങൾ വാങ്ങി വണ്ടിയിൽ ഇങ്ങനെ വെറുതെ ഉത്തിരിക്കും എന്തെങ്കിലും ഇങ്ങനെ തിന്നാൻ കിട്ടുമ്പോൾ നല്ല രസാലേ. കുടിക്കാൻ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കാന്താരിമോരാണ്. ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടത്. ഇത് നിങ്ങൾ കുടിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ലേസും ചക്ക പൊരിച്ചതൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത്. കോഴിക്കോടത്തിന്റെ തൊട്ട് മുന്നിൽ ഒരു ഹോട്ടലിലാട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത്. ചെന്നപ്പോൾ തന്നെ നിച്ചുവിന് ഐസ്ക്രീമും ആണെന്ന് അറിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു ഐസ്ക്രീം എടുത്തു കൊടുത്തു. ലഞ്ചിന് നമ്മൾ മീൽസും കൂന്തൽ ഫ്രൈ ഒക്കെ ആയിട്ട് ഓർഡർ ചെയ്തത്. മീൽസ് ഓർഡർ ചെയ്തിട്ട് ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ വലിയ പാത്രത്തിൽ ചോറ് കൊണ്ടുവന്നിരുന്ന ഞാൻ കാണുന്നത്. അത്യാവശ്യം കുറെ കറികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ മീൽസിൽ. പിന്നെ പായസം ഉണ്ടായിരുന്നു. ലഞ്ചൊക്കെ കഴിച്ച ഹൈലൈറ്റ് മാൾക്കാട്ടോ നമ്മൾ നേരെ പോയത്. അതിന്റെ ഉള്ളിൽ കയറി ഫസ്റ്റ് തന്നെ നമ്മൾ സ്നോ ഫാന്റസി പോയി. ഇതിൽ കയറാൻ വേണ്ടിയിട്ടോ നമ്മൾ കാര്യമായിട്ടും കോഴിക്കോട്ടേക്ക് വന്നത്. ഞാനും താത്തി ഇതിന്റെ മുന്നേ തൃശ്ശൂർ സ്നോ ഫാന്റസി കയറിയോണ്ട് ഇവിടെ കയറിയില്ല കേട്ടോ. ഒന്നാമത്തെ റീസൺ തണുപ്പ് സഹിക്കാൻ കഴിയൂല. പിന്നെ കുട്ടി ഉണ്ടായതുകൊണ്ട് കുട്ടിനെ കൊണ്ട് കയറൽ നടക്കൂല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഒഴികെ ബാക്കിയുള്ളവരൊക്കെ കയറി. ഓലോട് ടാറ്റിയും പറഞ്ഞാണ് ഞങ്ങൾ രണ്ടാളും മേലേക്ക് പോയി. മേലെ പോയ ലിപ്സ്റ്റിക് നോക്കി വാങ്ങിയപ്പത്തിന് അടിയെന്ന് വിളിക്കുന്നു. സുനൂന് തണുപ്പ് സഹിക്കാൻ വയ്ക്കണില്ല. അപ്പോൾ പുറത്തിറങ്ങിക്കണം. അതിന് വേണ്ടിയിട്ടോ വിളിച്ചത്. അങ്ങനെ ഞാൻ ഓളെ കൂട്ടി മേലേക്ക് പോകുന്നു. വാവ അതിന്റെ ഉള്ളിൽ തന്നെ കയറിട്ടോ. മേലെത്തിയപ്പോ നിച്ചുകുട്ടിനെ ജീപ്പ് കയറാൻ വേണ്ടി റെഡി ആയി നിൽക്കും. ഓനെ കൊണ്ട് മാൾക്ക് പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാര്യം പതിവാണ്. അങ്ങനെ ഓന് 2 റൗണ്ട് ജീപ്പ് ഓടിച്ചതിന് ശേഷം നമ്മൾ നേരെ മേലക്കാട്ടോ പോയത്. അവിടെ ഓനിക്ക് ഈ വണ്ടി വിടലിന് കേട്ടോ പണി. 1 മണിക്കൂർ എങ്ങനെയെങ്കിലും നമുക്ക് തള്ളി നീക്കണം. ഓല അവിടുന്ന് പുറത്തിറങ്ങണല്ലോ. ആ സമയത്ത് ഞങ്ങൾ 3 കുറച്ചേരം അവിടെ ഇരുന്ന് കളിക്കും ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പത്തിന് സ്നോ ഫാന്റസി കയറിയോല് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ തന്നെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് തന്നാ കേട്ടോ. അപ്പത്തിന് ടൈം ഏകദേശം 4 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഫുഡ് കോർട്ട് പോയിട്ട് ജ്യൂസും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മോമോസിന്റെ 2 സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളാക്ക് ചായ വേണ്ടാന്നിട്ട് ഇന്റെ ജ്യൂസ് ആട്ടോ കുടിക്കണത്. അതിനുശേഷം നമ്മൾ കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് R&B കാട്ടോ പോയത്. അവിടുന്ന് ഈ കവർ നിറച്ച സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ പോകുന്നു. കാര്യമായിട്ട് നമ്മൾ ഇന്ന് പോകുന്നത് സ്നോ ഫാന്റസി പോവാനും പിന്നെ ഡ്രസ്സ് എടുക്കാനും ആട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ഫ്രണ്ട്സ്.